നമ്മളങ്ങനെ ആത്മക്കൂർ ടൗണിലിങ്ങനെ നിൽക്കുകയാണ്. ടൗണിലിങ്ങനെ കറങ്ങിയിട്ട് ഈ ഒരു ഏരിയൻ്റെ ഭംഗി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇതുപോലൊരു ബിൽഡിങ്, ഈ ഒരു ബിൽഡിങ് നോക്കുകയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഇങ്ങനൊരു ബിൽഡിങ്, അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ മാലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യാദൃശികമായിട്ട് എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ മാല കാണുന്നത്. പിന്നീട് ഈ ചുറ്റുഭാഗം നോക്കുമ്പോൾ ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അവരോട് ചോദിച്ച് വീഡിയോ എടുക്കട്ടെ, ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി. ഭയങ്കര കംഫർട്ട്, ഭയങ്കരമായിട്ട് നമ്മളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ട് ഒരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ട് അവിടെ ഒരുപാട് സ്ത്രീകളൊക്കെ വർക്ക് എടുക്കുന്നുണ്ട്, ഒരുപാട് ആളുകളും വർക്ക് എടുക്കുന്നുണ്ട്. എല്ലാവരും ബിസിയിലാണ്. ഇന്ന ദിവസം ഇവിടെ ഗണേശ ഉത്സവം, അതായത് ഗണപതിയുടെ ഉത്സവമാണ് ഈ ഒരു ആന്ധ്രാപ്രദേശിൽ മൊത്തത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മേലേക്ക് ചൂടാനുള്ള മാലകളാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഏരിയയിലും ചിലപ്പം ഒരേ ഇവിടുത്തെ വീടുകളെന്ന് പറയുമ്പോൾ ഓരോ ഏരിയകൾ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ. അപ്പോൾ ഒരു 10 വീട്ടുകാർ കൂടിയിട്ട് ഒരു ഗണപതിയുടെ വലിയൊരു വിഗ്രഹം മേടിക്കും. അടുത്തൊരു 10 വീട്ടുകാർ, അങ്ങനെ ഒരു ഗ്രാമത്തിൽ തന്നെ 8ഉം 10ഉം വിഗ്രഹങ്ങളൊക്കെ ചിലപ്പം കാണാൻ സാധിക്കും. വലിയ ഗ്രാമങ്ങളിൽ, ചെറിയ ഗ്രാമങ്ങളിൽ 5 വരെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ വീടിൻ്റെ മുന്നിലും വലിയ വലിയ ഗണപതികളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാലകളാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കിലാണ്. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു കൊള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ മല്ലികപ്പൂവിൻ്റെ ബാക്കിൽ ഈ കൊള്ളി വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു കൊള്ളി ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ബാക്ക് ഭാഗത്തേക്കായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ആകൃതിയിൽ ഇതിങ്ങനെ ഒരു കയറിലേക്ക് വെച്ച് പിടിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ചാക്കിലൊക്കെ ഒരുപാട് മല്ലികപ്പൂ ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇരിക്കുന്ന പൂവിൻ്റെത് അവരുണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം അവിടെ കൊണ്ടുപോയി വെക്കുന്നതാണ്. ഒരുപാട് സ്ത്രീകളിങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നതൊക്കെ ആയിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിലുപരി ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്നോട് ഭക്ഷണം കഴിക്കണോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ച്, ഒരു അറിവില്ലാത്ത നാട്ടിൽ അങ്ങനെയൊക്കെ ഒരു സംസാരം നമുക്ക് കിട്ടുക, നമ്മളെ നാട്ടിൻ്റെ പ്രതിനിധിയിൽ നമ്മൾ സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടാണ്. അങ്ങനെ ഇവർ ഓരോരുത്തരും ഓരോ ഇതിലിങ്ങനെ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് 2 ആൾ അല്ലെങ്കിൽ 3 ആളൊക്കെ സബ്ബായിട്ട് ഹെൽപ്പിങ്ങിന് നിന്ന് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ പരിപാടി. നിൽക്കുന്ന ആൾ അതങ്ങനെ കറക്റ്റ് വെച്ച് ആ ഒരു നൂലിലിങ്ങനെ അല്ലെങ്കിൽ ആ ഒരു കയറിലിങ്ങനെ ഒരേ ആകൃതിയിൽ വെച്ച് പിടിപ്പിച്ച് പോവുകയാണ്. അതിൻ്റെ ഒക്കെ ഓരോ ഇടയിലും ഉള്ള പച്ച നിറത്തിൽ കാണുന്നത് നമ്മളെ നാട്ടിലെ മൂച്ചിയില എന്നൊക്കെ പറയുന്ന മ്ലാവിൻ്റെ ഒക്കെ ഇലയാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒരാളെ പരിപാടി കൊള്ളിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പരിപാടി ആ സാധനം നേരെ ഈ കോർക്കുന്ന ആൾക്ക് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നാച്ചുറലായിട്ടുള്ള ആളുകൾ, ആ ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പാവമാണ്, സാധുക്കളായിട്ടുള്ള ആളുകളെ ഒരു കണ്ടാൽ തന്നെ നമുക്കറിയാലോ, വേറെ തന്നെ മൈൻഡുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നന്നത്തെ ജീവിതം കഴിഞ്ഞ് പോകുന്ന രീതിയിലുള്ള ആളുകൾ. പിന്നീട് നമ്മൾ നോക്കി കാണുമ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ പഴക്കൊലൊക്കെ തൂക്കിയിടുന്ന പോലത്തെ ഒരു കമ്പിയിൽ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തടിയിലാണ് ഇതുപോലത്തെ നൂല് കെട്ടിയിറക്കിയിട്ടുള്ളത്. അത് പിന്നീട് ഇങ്ങനെ ഉണ്ടാക്കിയ സാധനം പിന്നെ ഉള്ളിൽ പോലെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ വേറെ തന്നെ ഒരു വൈബാണ് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുതുമയിലുള്ള കാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രത്തോളം വലിയത് കാണുന്നത്. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ ഗണപതി ഉത്സവം, ആ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഇവർ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ട് അതിൽ ഈ ഒരു വിഗ്രഹം കൊണ്ടുവന്ന് വെക്കുക. കാരണം ഇവിടെ ടൗണുകൾ എന്ന് പറയുന്നത് ആ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരു വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഒഴിഞ്ഞു കിടക്കണേ അതുപോലത്തെ ഒരുപാട് ഏരിയകളാണ്. അങ്ങനെ കുട്ടികളെ തല്ലുകൂടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിച്ചു. ഞാൻ കുറച്ച് നേരം പിന്നെ അവിടെ നിന്ന് കണ്ട് ഒരു ഇണക്കൊക്കെ മാറിയതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ ഗണപതിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ നോക്കുമ്പോൾ വലിയൊരു ഗണപതി, അത്യാവശ്യം വലുപ്പമുണ്ട്. ഈ ഒരു സൈസ് ഗണപതിക്കൊക്കെ ഏകദേശം 1 ലക്ഷത്തിൻ്റെ മേലേക്ക് റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ചെറുതിന് നമ്മൾ ചോദിച്ചപ്പോൾ 55,000 രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആ ഷോപ്പുകളിലൊക്കെ കാലിയായിട്ടുണ്ടാവും. ഈ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഷോപ്പ് നിറയെ അതുപോലത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്.